കുട്ടി അത് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. ഇന്നലെ കുട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റായിപ്പോയെന്ന് അമ്മാവൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിയന്ത്രണം വിട്ടുപോയതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അച്ഛനോടും കുട്ടി എനിക്ക് വേണ്ടി മാപ്പ് പറയണം. ഒന്നുമില്ലെങ്കിൽ എന്റെ അച്ഛനാകാൻ പ്രായമുള്ള ആളല്ലേ. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എനിക്കുണ്ട് 3 പെങ്ങന്മാര്. അവരോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുവോ? ഇന്നലെ കുട്ടിയോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞേയില്ല. സത്യം. എന്നോട് പിണക്കമില്ലെന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ലെങ്കിൽ ഇന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്താ വെയിറ്റ് ലിഫ്റ്റ്? അത് മനസ്സിലായി. എന്താ ചങ്കുപൊട്ടി ചാവാൻ വല്ല ഉദ്ദേശമുണ്ട്? അല്ല, എല്ലാരും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും കൂടെ വന്നേ. പിടി. കണ്ടിന്യൂ. എടോ, ആദ്യം ശരീരം ഉണ്ടാക്കുന്നു, എന്നിട്ട് വേണം ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്ക് പോലും ചെയ്യരുത്. ഇല്ല, ഞാൻ പറഞ്ഞ കണ്ടീഷൻ തെറ്റിച്ചാണെന്ന ഒരു ശിഷ്യന്റെ അനുഭവം എനിക്ക് കേൾക്കണോ? വേണ്ട. കേൾക്കണം. അവന്റെ പിടലി ഞാൻ ഒടിച്ചു തിരിച്ചിട്ട് അവനിപ്പോ പെണ്ണുങ്ങളെ എന്നല്ല ആണുങ്ങളെ പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല. സോ ബി കെയർഫുൾ. ഞാനൊരു മിലിറ്ററി ഓഫീസറായിരുന്നെന്ന കാര്യം നാം മറക്കരുത്. ഇല്ല, പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് മേജർ സൈദ് അലി. അതാരാ ഉസ്താദ്? ബ്ലഡി ഫൂൾ. അത് ഞാനാണ്. ഇന്നലത്തെ വൺ ഡേ മാച്ച് സൂപ്പർ ആയിരുന്നല്ലേ? പക്ഷേ ഈ ടെസ്റ്റ് മാച്ചിനാണ് ഭയങ്കര സോറി. Like you. രാജു, അവിടെ നിൽക്കാൻ. വില്യം, അല്ല നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനൊരു വീഡിയോഗ്രാഫറാണ്. ശരി, എടുക്ക. അതേലിട്ട് പണിയല്ലേ? വലിയ MA കാരനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞിട്ട് എന്താടാ കാര്യം? ആദ്യമൊക്കെ നീ പറഞ്ഞുകൊണ്ട് നടന്നത് ഒരു IPS ഓഫീസർ ആവണമെന്നാണ്. അത് കിട്ടാതെ വന്നപ്പോ ഒരു SA ആവണമെന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും സ്റ്റേഷനില് നീ SA ആയിട്ട് വിലസിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ ഓരോ ആഗ്രഹങ്ങളല്ലടാ. നിനക്കറിയാവോ, ഞാനൊരു ജോലിക്ക് വേണ്ടി എവിടെയെല്ലാം കയറി ഇറങ്ങി, എത്ര ടെസ്റ്റ് എഴുതി. ഒരു കണക്കിന് കിട്ടാത്ത ഭാഗ്യമായി. അതെന്താ? ആരുടെയും കീഴിൽ ജോലി എടുക്കണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ പോയാലും മാസത്തിലൊരു 4-5 മാരേജ് ഫംഗ്ഷൻ എങ്കിലും കിട്ടും. ജീവിക്കാൻ അതൊക്കെ ധാരാളം മതി. ഇപ്പൊ കല്യാണത്തിന് ചെറുക്കനെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോക്കാരനെ തപ്പുന്നതാണല്ലോ പതിവ്. അല്ല, നിനക്ക് ജോലിയൊന്നും ആയില്ലേ? ഇവിടത്തെ ടയർ കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കി തരാമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. നിനക്കിതൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? ഞാനും കൂടെ നിന്റെ കൂടെ കൂടാം. രണ്ടാക്കി ജീവിക്കാനുള്ള വരുമാനം ഒന്നും ഇതിലില്ലടാ. പിന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട്. എവിടെയെങ്കിലും ഒരു കടയെടുത്ത് നന്നായിട്ടൊരു വീഡിയോ ഷോപ്പ് തുടങ്ങണം. നല്ല ബിസിനസ് കിട്ടും. പൈസ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. നിനക്ക് കുറച്ച് രൂപ മുടക്കാൻ പറ്റുമോ? എന്റെ കയ്യിൽ എവിടെ നടാ കാശ്? വേണമെങ്കിൽ ഞാൻ അമ്മാവനോടൊന്ന് സൂചിപ്പിച്ചു നോക്കാം.
ഞാൻ ആരാ നോക്കിയിട്ട് വരാം. ആഹാ, കുറച്ചു ദിവസം ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. മോക്ക് പരീക്ഷയായിരുന്നു. ആ, ഇന്നത്തെ പ്രോഗ്രാം? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. ചേട്ടൻ നേരത്തെ എത്തിയാൽ മോളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രോഗ്രാം സിനിമയുടെ കാസറ്റാ. നോക്കി നിൽക്കാതെ പോയാ കാസറ്റ് എടുത്തോണ്ട് വാ. അയ്യോ, ഞാൻ വിചാരിച്ചു. അതെ, ഇപ്പോഴത്തെ ഒരു സിനിമയുടെ പേരേ. ശരി, വരട്ടെ. നിന്റെ പഴയ സ്വഭാവം മാറിയില്ലല്ലേ? ഏതാ ഈ പുതിയ ലൈൻ? ഉണ്ടായിരിക്കെ, അവരിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യ. അയ്യോ, ഞാനിങ്ങനെ പറഞ്ഞൊന്നും അങ്ങേരോട് പറയല്ലേ, എനിക്ക് ഇടി പേടിയാ. ആ, ഇവിടെ കറങ്ങി നിൽക്കാണ്ട് പോയ അമ്മാവനെ കണ്ട് ആ വീഡിയോ ഷോപ്പ് തുടങ്ങാനുള്ള പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാ പോരാ, പറഞ്ഞു നടത്തണം. ചെല്ല്. അല്ല, നീ പോയില്ലേ? അമ്മാവ് ഇപ്പൊ വീട്ടിൽ എത്തിക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതുവരെ സിനിമ കണ്ടോണ്ടിരിക്കാമല്ലോ. ആ, വീടെത്തി ഉസ്താദേ. ശ്വാസം വിട്ടൂടെ? ഓ, ഞാനത് മറന്നു. ഇന്ന് ജിമ്മിൽ പോയില്ല? പോണം, ഒന്ന് കുളിച്ചിട്ട് പോവാമെന്ന് കരുതി. സാധാരണ ആളുകൾ വന്നിട്ടാണല്ലോ കുളിക്കാറ്. അതൊക്കെ സാധാരണ ആളുകൾ, ഞാൻ എങ്ങനെയാണോ? ഓഹോ, അതെ, നാട്ടിൽ നിന്ന് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ജിമ്മാണോ? ഓ അല്ല, രാജു, വാ നമുക്കൊന്ന് പരിചയപ്പെടാം. രാജു, രാജു, ഇവനങ്ങോട്ട് പോയി. ഞാൻ ഉസ്താദിനെ തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. അതെ, എന്നെ പോലെ തന്നെ ഇതേ ഷർട്ടും മുണ്ടും കൊടുത്ത് ഒരുത്തൻ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കി കണ്ണും മൂക്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അവനെ എങ്ങാനും കണ്ടിട്ട് ഞാനാണെന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെറ്റിദ്ധരിച്ചു. കണ്ട, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? പറഞ്ഞു നേരത്തെ പറഞ്ഞു. അല്ല, അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? അറിയോ? ഇവൻ എന്റെ അരുമ ശിഷ്യനല്ലേ? അതല്ലേ എന്നോട് തന്നെ അമ്പരിടാൻ നടക്കണത്. എടാ, പെമ്പിള്ളേരുടെ വായിൽ നോക്കി നടക്കണെന്ന് പറഞ്ഞിട്ട് അവരുടെ കൈയും കാലും കാണിക്കുന്നു. ഇനി മേലാലുണ്ടാകത്തില്ല. ഈ കൈ ഒന്ന് അയച്ചാൽ ഒന്ന് അയച്ചു കൊടുക്ക്. ഉസ്താദ് എന്താ ഇങ്ങോട്ട് വന്നത്? ഉസ്താദ് പിന്നെ എങ്ങോട്ട് പോകും? ഉസ്താദ് ഇവിടെയല്ലേ താമസിക്കുന്നത്? വീഡിയോ ഷോപ്പ് പോലെ ലാഭമുള്ള ഒരു ബിസിനസ് ഇപ്പൊ വേറെ ഇല്ല അമ്മാവ. ഒരു കാസറ്റിന്റെ ഒരു ദിവസത്തെ വാടക 10 രൂപയാ. ഏറ്റവും കുറഞ്ഞത് 10-200 കാസറ്റ് എങ്കിലും ഒരു ദിവസം ചെലവാകും. അപ്പൊ തന്നെ രൂപ 2000 ആ പെട്ടി വീഴുന്നത്. ആ, പിന്നെ വില്യമിന്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ ഉണ്ട്. മാസത്തിൽ 5-8 കല്യാണ പ്രോഗ്രാം കിട്ടിയാ പോരെ? ഓരോ കല്യാണത്തിനും 1000 രൂപ വെച്ചാ ലാഭം കിട്ടുന്നത്. വില്യം എന്നെ കൂടി പാർട്ട്ണർ ആക്കാമെന്ന് പറഞ്ഞതിന് എന്റെ ഭാഗ്യം. രാജുട്ടും വീഡിയോ കട തുടങ്ങിയ എല്ലാ സിനിമയും നമുക്ക് കാണാല്ലേ? അതിന് ഇവിടെ VCR VCP ഒന്നും ഇല്ലല്ലോ സിനിമ കാണാൻ. കട തുടങ്ങിയാ പിന്നെ നമ്മൾ VCR വാങ്ങില്ലേ അമ്മായി? പിന്നെ എല്ലാ ദിവസവും ഓരോ സിനിമ വീതം നമ്മൾ ഇട്ട് കാണും. ആ ഇനത്തിൽ തന്നെ എന്തുമാത്രം രൂപ നമുക്ക് ലാഭിക്കാമെന്ന് അമ്മ അവനൊന്ന് കണക്കാക്കി നോക്കിയേ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അമ്മാവ. 10,000 രൂപ മുടക്കിയാൽ ഒരു മാസം കൊണ്ട് അമ്മ അവന് മുടക്കിയ കാശും അതിന്റെ പലിശ തിരിച്ചു കിട്ടും. പിന്നെ കിട്ടുന്ന മുഴുവൻ ലാഭമല്ലേ? നിങ്ങൾ ഈ ബാഗും തൂക്കി വെയിലും കൊണ്ട് വായിലെ വെള്ളവും വറ്റിച്ച് നടന്നിട്ട് എന്താ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിൽ അന്തസ്സുള്ളൊരു ബിസിനസ് അല്ലേ ഇത്? പ്ലീസ് അമ്മാവ. ആ ശരി, ഞാൻ നിന്റെ കൂട്ടുകാരനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. അതെ, നമുക്ക് ബീച്ച് വരെ ഒന്ന് പോവാം. ഈ നേരത്ത് ബീച്ചിൽ ആരും ഇരുന്നിട്ടാ? ആരും ഉണ്ടാകാൻ പാടില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ആ, പറയാവുന്നേ. അല്ല, കുറെ നേരം ആയല്ലോ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയുന്നെങ്കിൽ പറ. അനന്തമായ നീലാകാശം, ആകാശം നിറയെ നക്ഷത്രങ്ങൾ, വട്ടുപിടിച്ച തിരകളില്ലാത്ത കടലിനെ കുറിച്ച്
എന്താ വില്യം നിന്റെ അഭിപ്രായം? എന്താ നിന്റെ ഉദ്ദേശം? ഒരൊറ്റ വീക്കം വെച്ചെന്നാലുണ്ടല്ലോ. നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഉസ്താദ് അറിയരുത്. മനുഷ്യ പഠിപ്പിക്കാത്ത കാര്യം പറ. നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരിക്കാനെന്ന്. ആട്ടെ, ഏതാ പെണ്ണ്? അമ്മാവന്റെ വീട്ടിനടുത്താ താമസം. പേര് ശ്യാമ. ഇവിടെ +2 പഠിച്ചോണ്ടിരിക്കുക. ആ, ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്ക് നിന്നോട് എങ്ങനെ? ഇഷ്ടമാണോ? അല്ലെന്നും ആണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിരിക്കും. അതിപ്പോ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ ഇഷ്ടമുണ്ടോന്ന് അറിയാൻ എന്താ ഒരു മാർഗം? അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാ ഞാൻ നിന്നെ. ഒരു കാര്യം ചെയ്യാം, ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം. പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഒരു എഴുത്ത് എഴുതി തരണം. അതിന് ഇംഗ്ലീഷില്? അവള് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്താ മനസ്സിലാവൂലേ? അതല്ല, എന്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് വിചാരിക്കില്ലേ? അതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും നിന്റെ സ്റ്റാൻഡേർഡ് അവൾ മനസ്സിലാക്കും. അവൾ അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചത്. മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് നിന്നെ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചാൽ മതി. അല്ലെങ്കിൽ പോവാൻ പറ.